വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് മാജിക് മസാല വെച്ചിട്ട് നിമിഷ നേരം കൊണ്ട് കടലക്കറി, ഗ്രീൻ പീസ് കറി, അതുപോലെ ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ മാജിക് മസാലയുടെ റെസിപ്പി ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മസാലയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന അളവെല്ലാം കറക്റ്റാണ്. ഈ ഒരു മസാല വെച്ചിട്ട് നമ്മൾ എന്ത് കറികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും കൂടുകയും കുറയൊന്നും ചെയ്യില്ല. ധൈര്യപ്പെട്ട് നിങ്ങൾക്ക് കറികൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് വെച്ചിട്ട് ഈ ഒരു മസാല വെച്ചിട്ട് കറികൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കടലയാണിത്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. സ്പൂണൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു മസാല ഇതെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറേശ്ശെ മസാല എടുത്തിട്ട് നമുക്ക് ഈ കടലയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നിറച്ച് മസാല എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം മതിയാവോ എന്നുള്ളത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് കടലിനെടുത്തത്, അതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം നന്നായിട്ട് ചൂടാക്കിയതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു മസാലയിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമുക്ക് അത്രക്കാട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം, കാരണം നമ്മൾ മസാലയൊക്കെ എല്ലാം റെഡിയാണല്ലോ. നിങ്ങൾക്ക് എന്തോരം കടലക്കറിക്ക് ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഇതൊന്ന് വിസിലടിച്ചെടുക്കാം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മസാല മതിയായിട്ട് അതിന്. നമുക്ക് കറി ആയതിന് ശേഷം നോക്കാം. കുറവുണ്ടെങ്കിൽ മസാല ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. 8 വിസിൽ വന്നതിന് ശേഷം മൊത്തത്തിൽ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, കടലക്കറി റെഡി ആയിട്ടാണ്. ഇത്രയേ ഉള്ളൂ പണി. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. ചാറ് കുറച്ചും കൂടി തിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മസാല ഇട്ട് കൊടുത്താൽ മതി. ഇനി കറികൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താളിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കറിക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താളിക്കാം, പക്ഷേ ഇനി താളിച്ച് വരുമ്പോൾ ഓയിൽ കൂടും. താളിക്കാതെയും ഈ കറി ടേസ്റ്റ് തന്നെയാണ്. കണ്ടില്ലേ, അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കടല ആദ്യം വേവിച്ച് ആ മസാല അതിലേക്ക് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും കട്ടി ഉണ്ടാവില്ല, ഈ കടലയിലേക്കൊക്കെ ശരിക്കും പിടിക്കുള്ളൂ. നമ്മുടെ ഈ ഒരു മസാല ഉണ്ടെങ്കിൽ പണികളൊക്കെ ടപ്പേന്ന് പറഞ്ഞ് തീർക്കാം കേട്ടോ. അത്രയ്ക്ക് എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള കടലക്കറി തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് മസാല ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എളുപ്പമായിട്ടുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നേരത്തെ കടലക്കറി ചെയ്ത പോലെ തന്നെ ഇട്ടതും നമ്മൾ ഈ ഒരു മസാല എടുക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണ്ട എടുക്കാൻ വേണ്ടി. കാരണം മുകളിലേക്ക് ഇങ്ങനെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞൊക്കെ ഉണ്ടാവും. ആ എണ്ണ മസാലയിലേക്ക് എല്ലായിടത്തേക്കും ആവണം. ഇതേ ഇനി ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ കടലൊക്കെ ഇട്ട് അത്ര ഇടണില്ല കേട്ടോ, കുറച്ച് കുറവ് ഇടുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് എന്തായാലും കുറവുണ്ടാവും. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കേണ്ടി വരും എന്തായാലും. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതും ഒരു ഹൈ ഫ്ലെയിമിൽ 2-3 വിസിൽ വരുത്തി ഉരുളക്കിഴങ്ങ് വെച്ചെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. മസാല ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കറിക്ക് തിക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇത്രയുള്ള പണി. വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇത് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഈ കറി റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡിയായി. ഇനി നമുക്ക് ഗ്രീൻ പീസ് കറിയും കൂടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ കടലക്കറിക്ക് കാണിച്ച പോലെ തന്നെയാണ്. ഇതിൽ നിന്ന് കുറച്ച് മസാല എടുത്തതിന് ശേഷം നമുക്ക്
ഗ്രീൻ പീസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോ കറികൾക്കും നിങ്ങളുടെ അടിയൊക്കെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചതൊക്കെ അരക്കപ്പിൻ്റെ അളവിലാണ് കേട്ടോ കാണിച്ചത്. അരക്കപ്പ് കടലയാണ് എടുത്തത്, അതുപോലെ തന്നെ അരക്കപ്പ് ഗ്രീൻ പീസ്. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കുക. ഇതും നമുക്കൊരു 3-4 വിസിൽ വരുത്തി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിയും ഗ്രീൻ പീസ് കറിയും കടലക്കറിയും ഒക്കെ നിമിഷ നേരം കൊണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഓരോ കറികളും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം അത്ര എളുപ്പത്തിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.